സ്വന്തമായിട്ട് എടുത്തോ, നീ നിന്റെ വെച്ചിട്ട് ഇത് പാടത്ത് എടുത്താ നവാസിന് ഇഷ്ടപ്പെട്ട രഹനയ്ക്ക് പാടിക്കൊടുക്കുന്ന ഒരു പാട്ട്. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കലാഭവൻ നവാസിൻ്റെ അകാല വിയോഗം, സത്യം പറഞ്ഞാൽ നമുക്ക് അദ്ദേഹം നേരിട്ട് നല്ല പരിചയമുള്ളവരുണ്ടാവാം ഇത് കാണുന്നവരാരെങ്കിലും. പക്ഷേ എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും വല്ലാത്ത വിഷമം തോന്നുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഈ ഒരു മൊമെൻറ്റിൽ പോലും ചിലപ്പം അതിവൈകാരികമായി ചിലപ്പോൾ സംസാരിച്ച് പോകുമ്പോൾ എന്ന് ഞാൻ ചിന്തിച്ചിട്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ, എന്തോ ഇപ്പോഴും അതൊരു സങ്കടമാണ്. അപ്പം ആ ഒരു സങ്കടം നിലനിൽക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് കണ്ടൊരു കാഴ്ചയാണ്. അതിനുശേഷം ആ കുടുംബം ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. ആദ്യം ഇത് കാണാം. നഷ്ടപ്പെട്ടവന് മാത്രമേ ആ ശൂന്യതയിലെ ആഴം അറിയൂ. ബാക്കി എല്ലാവർക്കും ഒരു കഥ പറയും പോലെയോ കേൾക്കുന്നത് പോലെയോ അതിനകത്ത് നമുക്ക് നമ്മുടെ രീതിക്ക് അതിനോട് ഇത് ഉപയോഗിക്കാം. ഈ ഒരു വിഷയം ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെടുത്ത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ ഇതിനകത്തുള്ള ആത്മാർത്ഥത എത്രമാത്രമാണെന്നുള്ളൊരു കാര്യം എനിക്ക് അതറിയില്ല. പക്ഷേ എങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം തന്നെ ഇപ്പോഴും പറയാം. അവിടെ ആ ഒരു വിധവയായ സ്ത്രീ അവരുടെ ഏറ്റവും ജീവിതത്തിൽ തന്നെ ആ പങ്കാളി എന്നുള്ളതിനപ്പുറം അവരുടെ എന്ന് വെച്ചാൽ ഇരുമയും ഒരു മനസ്സും, ഈറനാമി രാവുകൾ എന്ന് പറഞ്ഞ കവി ആ ഒരു സിനിമയ്ക്കകത്ത് ഒരു പാട്ട് വരികൾ പോലെ തന്നെ അത്രയും നല്ല രീതിയിൽ ജീവിച്ചിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഇല്ലാതാവുന്നു. ആ ഒരു കടുത്ത ശൂന്യത ആ ഒരു കുടുംബത്തിനെ എത്രമാത്രം തകർത്തിട്ടുണ്ടാവും. ആ സ്ത്രീയുടെ ജീവിതത്തിനെ എത്രമാത്രം അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ മുഖവും ആ നിമിഷം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രമായിരുന്നു ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെ തകർന്നു വീഴുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അനവസരത്തിലായിരുന്നു ആ ചോദ്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അനവസരത്തിലായിരുന്നു. കാരണം അവരങ്ങ് വിട്ടേക്കുക. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത് മറ്റ് പലതരത്തിലുള്ള താറടിക്കുന്ന പരിപാടികൾ കാണിച്ച് എന്തെങ്കിലും തരത്തിൽ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലത്തെ ഒരു സ്ത്രീ അല്ലാതെ അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭർത്താവിൻ്റെ വിയോഗത്തിന് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതെ വേദനിക്കുന്നൊരു സ്ത്രീയാണ്. ആ ചോദ്യം അല്ലെങ്കിൽ അവരോട് ആ ഒരു സമയത്ത് അനവസരത്തിലായിപ്പോയി എന്നുള്ളതാണ്. എനിവേ, ഞാനതിൽ കമൻറ്റ് മതിടാ നാറി നിൻ്റെയൊക്കെ രേണു ചുണിയല്ല, ഇത് നല്ലൊരു കുടുംബത്തിൽ അന്തസ്സായി ജീവിക്കുന്ന സ്ത്രീയാണത്. എന്നിടയ്ക്ക് രേണു സുതി എന്തിനാണോന്ന് അറിയത്തില്ല. ഒരേ സമയത്ത് ഒരാളെ താറടിച്ച് പറയുമ്പം മറ്റേയാളെ ഉയർത്തി പറയാനും നമ്മൾ ആൾക്കാർ കഴിയുന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. എനിവേ, ആൾക്കാരുടെ പെർസ്പെക്റ്റീവിനകത്ത് എല്ലാത്തിനും പല ഡൈമെൻഷൻസ് ഉണ്ടാകും. നമുക്ക് എന്തായാലും ആ കുടുംബത്തിൻ്റെ പ്രതികരണം, ആ മകൻ്റെ പ്രതികരണം കാണാം. രഹനത്തായെ പറ്റി എന്ത് ചോദിക്കണമെന്ന് അറിയില്ല. എല്ലാരും തിരയുന്ന ഒരു മുഖം ഇപ്പോഴും അതെ രഹനത്ത ഓക്കെ ആണോ എന്നുള്ളതാണ്. അവർ തമ്മിലെ ജീവിതത്തില് ഒരു വഴക്ക്, ഒരു ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അവർ തമ്മിൽ. നവാസിന് ഇഷ്ടപ്പെട്ട രഹനയ്ക്ക് പാടിക്കൊടുക്കുന്ന ഒരു പാട്ട്. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഗാനലോല വീഥികളിൽ വേണൂതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. എനിക്ക് സ്കൂളിൽ പ്രോഗ്രാം നടക്കും. അപ്പൊ ഞാൻ വാപ്പച്ചോട് ചോദിക്കും എനിക്ക് ഈ ഡ്രസ്സ്, വാപ്പ പറയാതെ എടുത്തോന്ന് പറയും. പക്ഷെ എനിക്ക് നാണമാണ് അങ്ങനെ ചോദിക്കാൻ. പക്ഷെ വാപ്പച്ച പറയും അത് ഒരു കുഴപ്പമില്ല, നീ സ്വന്തമായിട്ട് എടുത്തോ, നീ നിന്റെ വെച്ചിട്ട് ഇത് വാപ്പാടത്ത് എടുത്താ. ആക്ച്വലി പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാ പാട്ടു ചില
ആൾക്കാരുടെ ഇപ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയവരെ അതോടുകൂടി മറക്കാൻ പറ്റുന്നതും വളരെ പെട്ടെന്ന് തന്നെ മറവി നല്ലതാണ്. ഞാൻ എപ്പോഴും പറയുന്നു മറവി നല്ലതാണ്. മറവി ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും പെട്ടെന്ന് മരിച്ചു പോകുന്നത് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന സാന്ദർഭികമായിട്ട് നമുക്ക് അനവസരത്തിലോ നമ്മൾ ചിന്തിക്കാത്ത സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്ന പലതും നമുക്ക് ഇപ്പോൾ ഈ ഒരു കുടുംബത്തിൽ തന്നെ എടുക്കാം. ഈ കുട്ടിയുടെ അച്ഛനാണ് മരണപ്പെട്ടത്, ആ സ്ത്രീയുടെ ഭർത്താവാണ് മരണപ്പെട്ടത്, ആ പെൺകുട്ടിയുടെ അച്ഛനാണ് മരണപ്പെട്ടത്. അതുപോലെ തന്നെ ചുറ്റുപാട് നിൽക്കുന്ന പലരുടെ സുഹൃത്തായിരിക്കാം, സഹോദരനായിരിക്കാം, മകനായിരിക്കാം, ഒക്കെയാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരു ശൂന്യതയുണ്ട്. ആ ഒരു ശൂന്യത നിന്ന് ആ കുടുംബം ഇനി എന്ന് അതിൽ കരകയറും എന്നുള്ളതൊന്നും അറിയത്തില്ല. എങ്കിലും അദ്ദേഹം മരണത്തിൻ്റെ വഴി കടന്നുപോയി. തൻ്റെ പങ്കാളിക്ക് ഏത് സ്ഥലത്തും ഏത് സമയത്തും അദ്ദേഹത്തിന് വാദോരാതെ പറയാൻ അദ്ദേഹത്തിൻ്റെ പങ്കാളിയെക്കുറിച്ച്, രഹനയെക്കുറിച്ച് പറയാനുള്ള വാക്കുകളില്ലാത്ത രീതിയിൽ തൻ്റെ പ്രിയതമയെക്കുറിച്ച് പറയുന്നു. ഏതൊരു ഭാര്യയും ഏതൊരു സ്ത്രീയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് തന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് എന്നുള്ള കാര്യം. കാരണം സ്നേഹിക്കപ്പെടുക എന്നുള്ള കാര്യത്തിനപ്പുറത്ത് മറ്റൊന്നും ഇല്ല. സ്നേഹിക്കപ്പെടുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് നമ്മളിൽ പല ആൾക്കാരും. നമുക്ക് സ്നേഹിക്കാനുള്ള ആൾക്കാരില്ല. അഥവാ നമ്മൾ സ്നേഹിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, നമ്മൾ മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ, ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമ്മളെ ഒരു നിമിഷം കൊണ്ട് പിച്ചി ചീന്തി നമ്മളെ നശിപ്പിച്ചിട്ട് അവരെ വഴിക്ക് വേറെ ഏതെങ്കിലും സുഖലോലുപതയുടെയോ മറ്റെന്തെങ്കിലും സംഭവത്തിൻ്റെ പുറകെയോ മറ്റൊരാളുടെ പുറകെയോ പോയേക്കാം. പക്ഷെ അതുപോലൊന്നും അല്ലല്ലോ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആൾക്കാർ. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ച് പോകുന്നത് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്ക് ദയവായി എന്നോട് വെറുപ്പ് തോന്നരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് വീണ്ടും അദ്ദേഹത്തിൻ്റെ മുഖം കാണുന്നു. ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ ആ മകൻ പറഞ്ഞു കേട്ടിട്ടില്ലേ, അച്ഛൻ്റെ ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറഞ്ഞത്, നമ്മൾ മറവി വേണം. ഇതില്ലെങ്കിൽ ഈ ഒരു സാധനം ഇവരിങ്ങനെ ഓർത്തോർത്ത് ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ചിലതൊക്കെ മറക്കാതെ നമ്മളിങ്ങനെ കാണുന്ന സമയങ്ങളിലെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരു നിമിഷം കൊണ്ടാണ് രഹന എന്ന് പറയുന്ന ആ വിധവ അദ്ദേഹത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ വിങ്ങിപ്പൊട്ടിയത്. അപ്പോൾ ഈ കുട്ടി, അദ്ദേഹത്തിൻ്റെ മകൻ, വാപ്പയോടുള്ള അമിതമായ അദ്ദേഹത്തിനോടുള്ള അത്രയും ജീവനോടുള്ള സ്നേഹം, അത്രത്തോളം നല്ലൊരു സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു ഇവിടെ ഓർക്കണേ. നല്ലവർക്ക് അധികം കാലമില്ലെന്ന് പറയുന്നത് കേൾക്കാം. അപ്പം ആ സ്നേഹമുള്ള മനുഷ്യനെ നഷ്ടപ്പെട്ട ആ സമയത്ത് ആ പറക്കാൻ പറ്റാത്ത കുട്ടി അച്ഛൻ്റെ ഷർട്ട് തന്നെ എടുത്തിട്ട് പറയുമ്പോൾ ഇത് എൻ്റെ അച്ഛൻ്റെ വാപ്പയുടെ ഷർട്ടാണെന്ന് പറയുമ്പോൾ അവൻ്റെ വിങ്ങൽ കേൾക്കണം. അവരിവിടെ നിർത്തി തന്നെ വിറ്റില്ല മോൻ, ഞാൻ മാറണമെന്ന് പറഞ്ഞിട്ട് വിറ്റില്ല, എന്നെയും വൈഫിനെയും വിറ്റില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ടാകാം, ഉപ്പ വേണം ഇവിടെ എന്നുകൊണ്ടാകാം. അതായത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രഹന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിധവയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിയുടെ ഭാര്യയുടെ അച്ഛനാണതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ പോലും സ്വന്തം കുടുംബത്തിൻ്റെ അകത്ത് ഭാര്യയുടെ കുടുംബത്തിനെ കൊണ്ട് നിർത്തിയിട്ട് എങ്ങും പോകരുത്, ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചതുപോലെ ഒടുവിൽ അവസാന യാത്ര പോകുമ്പ് ഞങ്ങളെ ഏൽപ്പിച്ച് പോകുന്നത് പോലെ ഞങ്ങളെ ഇവിടെ തന്നെ നിർത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സായിട്ട് വാപ്പാനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വാപ്പ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഒരു ഇൻഷുറൻസ് കമ്പനിക്കാര് പൈസ മൊത്തം സെറ്റിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ ഒരുപാട് വന്നിട്ട് 28 ലക്ഷം രൂപ എല്ലാം സെറ്റിൽ ചെയ്തു. ആ വാർത്തയിലെ വാസ്തവം എന്താണ്? ഇത്രയും വർഷം പണിയെടുത്തിട്ട് ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നു, സമ്പാദ്യങ്ങളൊന്നുമില്ലേ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ഇപ്പൊ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന 2 വണ്ടിയും പുള്ളിയാണ്. ആ വീട് പുള്ളിയുടെ 1 ഏക്കർ അടുത്ത സ്ഥലമുണ്ട്, ഒക്കെ പുള്ളി ഉണ്ടാക്കിയത്. വേറൊരു വീടും ഉണ്ടാക്കിയിട്ട് എന്തു പറയണം എന്ന് എനിക്ക് ഈ അവസരത്തിൽ അറിയില്ല. എങ്കിലും 2 വാക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയേണ്ടതായിട്ടുള്ള ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെ നവാസക്കയുടെ അമ്മായിയച്ഛൻ എന്ന് അദ്ദേഹത്തിന് പറയാൻ ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല. അച്ഛൻ തന്നെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. പിന്നെ മകനുണ്ട് കൂടെ, 2ാമത്തെ മകൻ. പാപ്പ 6 മാസമായി മരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ 6 മാസമായെന്നൊന്നും എനിക്ക് 6 മാസമായിട്ടും തോന്നില്ല. ഇത് കേൾക്കുമ്പോൾ അതിഭാവത്തൊന്നോ അല്ലെങ്കിൽ വെറുതെ ഒരു കണ്ടന്റിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ പച്ചക്കള്ളം വിളിച്ച് പറഞ്ഞ് അതിൽ നിന്ന് കുറേ വ്യൂസ് ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക. അല്ലടേ, സീരിയസ്ലി അല്ല. ഇന്ന് ഞാൻ ഈ ഒരു വിഷയം എനിക്കിതിപ്പം നമ്മുടെ ആങ്കർ നമ്മുടെ സുഹൃത്താണ്, പുള്ളിക്കാരത്തെ തന്നെ അയച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വേറെ ഒരു സംഭവത്തിൻ്റെ ഇടയിൽ നിന്നിട്ടും ഇതെനിക്ക് അടയാളപ്പെടുത്തി പോകണം, അതായത് ഇദ്ദേഹത്തിനെ കുറിച്ച് അടയാളപ്പെടുത്തി പോകണം. ഈ ഒരു സംഭവം
ഒരുപാട് മനുഷ്യജീവികൾ ഇതുപോലുള്ള ജീവിതങ്ങൾ നമുക്കിടയിലുണ്ട്. കുറേയധികം കുടുംബങ്ങൾ പിരിയുന്നതും പരസ്പരം അടികൂടുന്നതും ഭർത്താവ് ഭാര്യയുടെ തലക്കടിച്ച് കൊല്ലുന്നത് ഇന്നും കേട്ടു. കുറേയധികം സ്ത്രീകൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളുടെ ഇതൊക്കെ കഴിയുമ്പോഴും ഒരുപാട് സ്ത്രീകൾ അതിനുശേഷം ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. നമ്മളാരും മറക്കാനും പാടില്ല. അതായത് അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നിടത്താണ് ഒരു പുരുഷൻ അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സംരക്ഷിച്ചതും കുടുംബത്തിന് നട്ടലായിട്ട് നിൽക്കുക ഒരു പെട്ടെന്നൊരു ഒരു ശൂന്യത ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിനത് എത്രമാത്രം ബാധിച്ചു എന്നുള്ളൊരു കാര്യം അത് സ്നേഹിക്കുന്നവർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങളിൽ കാണുന്ന പല ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വളരെ ദുസ്ഥിതിയിലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചതായിരിക്കത്തില്ല നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ എല്ലാം കൊണ്ടും എല്ലാ അർത്ഥത്തിലും ഒരു നല്ലൊരു പങ്കാളിയെ കിട്ടി അവസാനം അതിനോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു കാര്യം വരുമ്പം ഈ വേഴാമ്പലിൻ്റെ കഥയാണ് ഓർമ്മ വരുന്നത്. വേഴാമ്പലിൻ്റെ കഥ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. മലമുഴക്കി വേഴാമ്പൽ, നമ്മുടെ വേഴാമ്പൽ, ആ വേഴാമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴാമ്പൽ ഇടചേർന്ന് അവസാനം പെൺ വേഴാമ്പൽ മുട്ടയിടാൻ വേണ്ടിയിട്ട് പൊത്തിനകത്ത്, വളരെ ഉയരമുള്ള മരത്തിൻ്റെ പൊത്തിനകത്താണ് കൂട് വയ്ക്കുന്നത്. ആ കൂട് വയ്ക്കുന്നതിനകത്ത് പെൺവേഴാമ്പൽ മുട്ടയിടാൻ വേണ്ടിയിട്ട് കയറുന്ന സമയത്ത് മുട്ടയിടുന്ന പെൺവേഴാമ്പലിന് ആഹാരം കൊണ്ടെത്തിക്കേണ്ടത് ഈ ആൺവേഴാമ്പലാണ്. അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം മുട്ടയിടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ആ ഒരു പെൺവേഴാമ്പലിന് ആ ഒരു പൊത്തിൻ്റെ അകത്ത് നിന്ന് കുട്ടികൾക്കൊപ്പം അല്ലാതെ പുറത്തിറങ്ങത്തില്ല. അഥവാ അവിടെ അവരുടെ ഒരു മണ്ണ് കൊണ്ട് ഒക്കെ അത് അടച്ച് പുറത്തുനിന്നുള്ള ഒന്ന് ഇൻവേഡ് ചെയ്ത് അകത്ത് കയറി ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു ദ്വാരം മാത്രമേ അതിനകത്തുണ്ടാവുള്ളൂ. അപ്പോൾ ആൺവേഴാമ്പൽ എവിടെന്നെങ്കിലും ഇര തേടി കൊണ്ടുവന്ന് ഈ പെൺവേഴാമ്പലിന് കൊടുത്ത് അത് ഊട്ടിയാൽ മാത്രമേ ആ പെൺവേഴാമ്പലും അതിനകത്തുള്ള കുഞ്ഞുങ്ങളും ജീവിക്കുകയുള്ളൂ. ഇവിടെ വേറൊരു വിരോധാഭാസം കൂടെ ഉണ്ട്. ഈ ഇര തേടി പോകുന്ന ആൺവേഴാമ്പലെങ്ങാനും വഴിയിൽ വെച്ചിട്ട് നമ്മളെപ്പോലുള്ള ഇരുകാലി വേട്ടമൃഗങ്ങളെ കൊണ്ട് അത് അസ്ത്രം ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടോ അതിനെ ഉപദ്രവിച്ച് കൊന്നാലോ മറ്റെന്തെങ്കിലും ജന്തുക്കൾ അതിനെ കൊന്നു തിന്നാലോ ഒരു കാരണവശാലും ഈ ആൺവേഴാമ്പൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ കൂട്ടിൻ്റെ അകത്ത് ഈ പൊത്തിനകത്തിരിക്കുന്ന ഈ പെൺവേഴാമ്പലും കുഞ്ഞുങ്ങളും അഥവാ മുട്ടയടക്കം ആ വിരിഞ്ഞ കുഞ്ഞുങ്ങളടക്കം എല്ലാം മരണപ്പെടും. ഇദ്ദേഹത്തിൻ്റെ ശൂന്യതയിൽ ആ കുടുംബത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിടവിനൊപ്പം അതുപോലെ വേറൊരാളില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലരും നമ്മളെ വിട്ടു പോയപ്പോൾ അതിന് പകരം മറ്റൊരാളില്ല. എന്തുകൊണ്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നത് എനിക്കും അറിയില്ല. വിട്ടു പോയിട്ട് അപ്പം ഇന്ന് ഈ അവസരത്തിൽ ഓർക്കുമ്പോൾ എന്താ പറയാനായിട്ടുള്ളത്? ഓർക്കുമ്പോൾ കരഞ്ഞു പോവും. കാര്യം എനിക്ക് 2 പെൺപിള്ളേരാ. അപ്പോൾ ആൺപിള്ളേരില്ലാത്ത പണിതത് എനിക്കും വൈഫിനും വേണ്ടിയാണ് ഞാൻ ഒന്നിച്ച് തന്നതാണ്. പക്ഷെ അവസാനം പുള്ളിക്ക് ആ വീടാണ്. അപ്പം അതിങ്ങനെ കൊച്ചിനെ നോക്കണേ, അവൻ്റെ മുഖം നോക്കി. അവൻ്റെ മുഖം നോക്കുമ്പോൾ എന്താ പറയാനുള്ളല്ലേ? അവിടെ തന്നെ നിൽക്കുകയും ചെയ്ത്. പുള്ളിയുടെ വീട് ചൂണ്ടിലുണ്ട്, വലിയ വീടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ആ സ്ഥലവും വീടും പുള്ളിയുടെയാണ്. അത് എല്ലാം അവിടെ എല്ലാ വൃക്ഷങ്ങളും പുള്ളിയുടെ. ഇപ്പോൾ അതിൽ നിന്ന് ഒരു ഇല വീഴുമ്പോൾ ഞാൻ സമ്മതിക്കാറില്ല. ഒരു ഇല വീഴാൻ ഞങ്ങളാരും സമ്മതിക്കാറില്ല. അത് പുള്ളിയുടെ ജീവനാണ് വീഴുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ പറയുക, ഒന്നും പറയാൻ കിട്ടില്ല നമുക്ക്. ദൈവം ആർക്കും അങ്ങനെ വെക്കില്ലേ, ഒരാൾക്കും വയ്ക്കാതിരിക്കട്ടെ. അത് അനുഭവിക്കുമ്പോഴാണ് അതിന്റെ വേദന അറിയുള്ളൂ നമ്മൾ. എന്തോ കമന്റ് നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. ആകെ പറയാൻ തോന്നുന്നതെന്ന് വെച്ചാൽ, നിങ്ങളേറ്റവും പ്രിയപ്പെട്ടതായി കണ്ട, നിങ്ങളേറ്റവും അധികം സ്നേഹിക്കുന്ന ഒന്നും നിങ്ങളെ വിട്ട് പോകാതിരിക്കട്ടെ. പക്ഷേ വിധിയുടെ വികൃതി എന്ന് പറയുന്നതും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടതിനെ അത് തിരിച്ചെടുക്കും. നിങ്ങളേറെ സ്നേഹിക്കുന്നതിനെ അത് കൈക്കലാക്കും. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളെയും അത് തിരിച്ചു പിടിക്കും. അൺപ്രഡിക്റ്റബിൾ അതാണ് ഈ ജീവിതത്തിൻ്റെ ഒരു ബ്യൂട്ടി. അത് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നവർ മാത്രമാണ് ഈ ഭൂമിയിൽ നിന്നും ജീവിച്ചിരിക്കുന്നത്. നമ്മളെ വിട്ടു പോകുന്ന പല ആൾക്കാരും, ഇന്നലെകളിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും പല സാഹചര്യങ്ങളും നമ്മളെ വിട്ടു പോകുമ്പോൾ അത് തരണം ചെയ്തേ പറ്റൂ. തരണം ചെയ്യണം. വേദനയുണ്ടാവും, വിഷമങ്ങളുണ്ടാവും,
രഹന എന്ന് പറയുന്ന ആ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് ഇനി ജീവിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ വളർച്ച കാണാൻ വേണ്ടിയിട്ടായിരിക്കും. പണ്ടൊരു വാർത്ത, ഒരു 5 കുട്ടികളെന്തോ ഉള്ള ഉത്തര അങ്ങനെ എന്തോ കുട്ടികൾ 5 കുട്ടിയാണോന്ന് അറിയത്തില്ല, അങ്ങനെ എന്തോ ഒരു പേരുള്ള 5 കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു, തെറ്റാണ് ക്ഷമിക്കുന്നത്. വളർന്നിട്ടുണ്ടാവും, ഇപ്പോൾ വളരെ വലിയ കുട്ടികളായിട്ടുണ്ടാവും, ചിലപ്പോൾ മാരേജും കഴിഞ്ഞിട്ടുണ്ടാവും. അന്ന് ആ അമ്മ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ആ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് നിന്നതും പിന്നെ ആ കുട്ടികളെ വളർത്തുന്നതൊക്കെ ഇടയ്ക്ക് വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി രഹന എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ജീവിതം നല്ലത് വരട്ടെ, ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നെഞ്ചിൽ കൈവച്ച് പറയാം, ആത്മാർത്ഥമായിട്ട് ആ കുട്ടികൾക്കും അവർക്കെല്ലാവർക്കും നല്ലത് വരട്ടെ. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി തരും. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ബൈ.